നമസ്കാരം. ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിന്റെ രണ്ടാമത്തെ ആക്ടിവിറ്റിയെ സംബന്ധിച്ച വീഡിയോ ആണ്. ആക്ടിവിറ്റി 2.1 സെൽഫ് അവയർനെസ്സുമായി ബന്ധപ്പെട്ടതാണ്. സെൽഫ് അവയർനെസ്സിന്റെ ഒരു ടൂൾ എന്നുള്ള രീതിയിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടെസ്റ്റ് എടുക്കാവുന്ന ഒരു പ്രധാന കാര്യം വിദ്യാർത്ഥികളോട് പറയേണ്ടത്, ഇത്തരം ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ തന്നെ ഒരു ടൂൾ മാത്രമാണെന്ന്. നമുക്ക് നമ്മളെ പറ്റി ചിന്തിക്കാനായിട്ടുള്ള ഒരു ടൂൾ. ആ സോഫ്റ്റ്വെയർ അനലൈസ് ചെയ്ത് ഒരു റിസൾട്ട് ഒക്കെ പറയും. ആ റിസൾട്ട് അല്ല ഇമ്പോർട്ടൻറ്റ്. ആ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു തോട്ട് പ്രോസസ്സ്, നമ്മളെ പറ്റി തന്നെ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു ബോധ്യമുണ്ട്. അത് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞതും നമ്മൾ സ്വയം മനസ്സിലാക്കിയതും ഒക്കെ ആയിട്ടൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിലേക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടെസ്റ്റ് എടുത്തതിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് എന്നുള്ളത് നമുക്ക് ബന്ധിപ്പിച്ച് നമ്മളെ പറ്റി എഴുതുന്ന ഒരു സെൽഫ് റിഫ്ലക്ഷൻ റിപ്പോർട്ട് ആണ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യും. ടെസ്റ്റിലൂടെ കടന്നു പോകുമ്പോഴും ആ റിപ്പോർട്ട് റൈറ്റിങ്ങിൽ ഉണ്ടാവുന്ന ആ പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരു ടൂൾ നമ്മൾ എടുക്കുക. ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടെസ്റ്റുകളിൽ ഇത്തരത്തിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങളിൽ എഗ്രി, ഡിസഗ്രി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതിയാവും. സെൽഫ് റിഫ്ലക്ഷൻ റിപ്പോർട്ട് റൈറ്റിങ്ങിനെ സഹായിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാവുന്നതുമാണ്. ഡിഡ് യു ഗെറ്റ് എ ന്യൂ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് യുവർ സെൽഫ്, ഡിസ്ക്രൈബ് യുവർ പേഴ്സണാലിറ്റി ഇൻ ഡീറ്റെയിൽ. അപ്പോൾ അവിടെ അവരതിനെ അവരുടെ പേഴ്സണാലിറ്റിയെ പറ്റി എഴുതുകയും നമ്മളുടെ ഒരു ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പേഴ്സണാലിറ്റി എന്താണെങ്കിലും അതിനെപ്പറ്റി നമുക്ക് അഭിമാനം ഉണ്ടാവണം. നമ്മുടെ പേഴ്സണാലിറ്റി നിരന്തരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്താണ്, നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പറയാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവണം. പലതരത്തിലുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ നമ്മൾ സ്ട്രെങ്ത്തിനെ നമ്മൾ കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഈ പഠനകാലത്തും പിന്നീടുള്ള ജീവിതകാലത്തിലും. വീക്ക്നെസ്സിനെ നമ്മൾ മറികടക്കാനുള്ള മാർഗങ്ങളും നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മളുടെ സ്ട്രെങ്ത്തിനും വീക്ക്നെസ്സിനും അനുസരിച്ചുള്ള നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യാനും നമ്മളെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലൈഫ് സ്കില്ലിംഗ്.